പരിശുദ്ധമായ റമദാൻ, ആ മാസത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാമൊക്കെ. ഒരിക്കൽ കൂടി ആ മാസം നമ്മിലേക്ക് വന്നെത്തി. ആരാധനയുടെ 30 ദിവസങ്ങൾ, കാരുണ്യത്തിന്റെ 4 ആഴ്ചകൾ, ആത്മീയതയുടെ 720 മണിക്കൂറുകൾ, ക്ഷമയുടെ 43,200 മിനിറ്റുകൾ. അതാണ് ഈ പുണ്യ റമദാൻ. പരിശുദ്ധമായ റമദാൻ ഏറ്റെടുക്കാൻ ഞാൻ ഒരുക്കമാണോ എന്ന് ചിന്തിച്ചു പോകേണ്ട നിമിഷമാണിത്. മുത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാളോടും വെറുപ്പില്ലാത്ത, ഒരാളോടും ദേഷ്യമില്ലാതെ ഉറങ്ങാനും ഉണരാനും നിനക്ക് സാധ്യമാകുന്നു എങ്കിൽ, അങ്ങനെ കഴിയുന്നു എങ്കിൽ നീയാണ് മുസൽമാൻ എന്ന്. അതെ, ഒരാളോടും ദേഷ്യമില്ലാതെ, ഒരാളോടും പിണക്കമില്ലാതെ, അവൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം മായ്ച്ചു കളഞ്ഞ്, അതൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ ഇന്നേ ദിനം നിനക്കുറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? നാളെ റമദാൻ 1 നിനക്ക് ഉണരാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നീ പരിശുദ്ധമായ റമദാൻ, ആ റമദാനെ സ്വാഗതം ചെയ്യാൻ നിന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുക്കി കഴിഞ്ഞവനാണ്. കഴിഞ്ഞുപോയതെല്ലാം നമുക്ക് ക്ഷമിക്കാം, പൊറുക്കാം. വരാനിരിക്കുന്നതും നമുക്ക് ക്ഷമിക്കണം. പോയ ബസ്സിനെ കൈ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു പണിയുമില്ലാത്തവർ പലതും പറഞ്ഞിട്ടുണ്ടാകും, നമ്മെ കളിയാക്കിയിട്ടുണ്ടാകും, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. ക്ഷമിക്കണം. നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് അവർ വലിയ ആളായതുകൊണ്ടല്ല, അവരെക്കാൾ വലിയ മനസ്സിന് നാം ഉടമസ്ഥനായതുകൊണ്ടാണ്. റബ്ബിന്റെ മുന്നിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ നമുക്ക് അവസരം വേണമെന്ന മനസ്സിൻ്റെ ദൃഢനിശ്ചയം മൂലമാണ്. അതുകൊണ്ട് തന്നെ പൊറുക്കാം, ക്ഷമിക്കാം. റബ്ബ് നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പ് തന്ന് നാളെ റബ്ബിൻ്റെ സുവലോക സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാഥൻ തുണക്കട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് നമ്മിലേക്ക് വർഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.